കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുപ്പള്ളി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. രാജു അപ്സര ഉദ്ഘാടനവും അനുമോദനവും നടത്തി. സിനിൽ സബാദ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുപ്പള്ളി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും സീലാൻഡ് റിസോർട്ടിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ അധ്യക്ഷതയിൽ നടന്നു. യൂണിറ്റ് ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പ്രസിഡന്റായ ധനേഷ് കൃഷ്ണയും ജനറൽ സെക്രട്ടറിയായി ഷാജി കെയും ട്രഷററായി ബിനീഷ് വിജയൻ, വൈസ് പ്രസിഡന്റ് അജീഷ്, സെക്രട്ടറി അജീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. കുടുംബസംഗമ ഉദ്ഘാടനവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും രാജു അപ്സരയും മുഖ്യപ്രഭാഷണം നിയോജക മണ്ഡലം പ്രസിഡന്റ് സിനിൽ സബാദും നിർവഹിച്ചു. ഡൽഹി പാർലമെന്റ് പതിനായിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചു വളഞ്ഞു. അതുപോലെ തന്നെ മദ്രാസിലും കൽക്കട്ടയിലും അടക്കം ഗുജറാത്തിലടക്കം ലക്ഷോപലക്ഷങ്ങളെ അണിനിരത്തി വൻ സമരങ്ങൾ നടത്തി. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്ത് അതിന് പിന്തിരിയുന്ന ഒരാളല്ല. ശക്തമായ തന്റെ അടുത്തോട് നേരിടാൻ കപ്പാസിറ്റി ഉള്ളൊരു നേതാവാണ് അദ്ദേഹം. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, രാജ്യത്ത് 4 കോടിയിലധികം സംരംഭകരും 16 കോടിയോളം തൊഴിലാളികളും അടങ്ങുന്ന 20 കോടി കുടുംബങ്ങൾ, 50 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തിരിയും. അത് ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവ് പ്രധാനമന്ത്രി നമ്മുടെ ദേശീയ പ്രസിഡന്റ് ശ്യാംലാൽ മുശ്രേഷ് ചർച്ചയ്ക്കായി ക്ഷണിച്ചു. ദേശീയ ഉപാധ്യക്ഷനായി ഞാനും അദ്ദേഹവുമായി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. നമ്മൾ ചില ഡിമാൻഡുകൾ വെച്ചു. അങ്ങനെ നമ്മൾ വെച്ച ഡിമാൻഡിൽ പ്രധാനപ്പെട്ട പലതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു. അത് അംഗീകരിക്കണമെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞാൽ അംഗീകരിക്കപ്പെടത്തില്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രി അടക്കം ധനകാര്യ സെക്രട്ടറിമാരടക്കമുള്ള GST കൗൺസിൽ വേണം അതിന് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ GST കൗൺസിൽ 28 പ്രാവശ്യം കൂടി. നമ്മുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും നമ്മൾ ജയിലിൽ പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയമത്തിലൂടെ മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റി അവസാനം 40 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർക്ക് GST രജിസ്ട്രേഷൻ വേണ്ട എന്ന് തീരുമാനം എടുപ്പിച്ച സംഘടനയാണ് ഭാരതീയ ഉദ്योग വ്യാപാര മണ്ഡലം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അതുകൊണ്ടാണ് നിങ്ങൾ വ്യാപാരം ചെയ്യുന്നത്. നിങ്ങൾ തിരിച്ചറിയണം, 2017 ആ ചരിത്രം GST ആരംഭിച്ചപ്പോൾ ഉണ്ടായ ചരിത്രം ഇന്നലത്തെ ചരിത്രമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. അതിനെക്കുറിച്ച് പഠിക്കണം. അന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാപാര സംഘങ്ങളൊന്നും തന്നെ ഈ GSTക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായില്ല. നമ്മൾ നടത്തിയ സമരങ്ങൾ പൊളിക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി അവര് പ്രസ്താവന ഇറക്കി. വർക്കലയിലൊരു മരണം. അപ്പം അങ്ങനെ വ്യാപാരികൾക്ക് വേണ്ടി ശക്തമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരിക്കുന്ന രാജു അപ്സര അവர்கள் ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ധനേഷ് കൃഷ്ണ, അദ്ദേഹത്തിനെ പറ്റി സംസ്ഥാന പ്രസിഡന്റ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അതിലോട്ട് ഇനി കൂടുതലായിട്ട് കടക്കുന്നില്ല. ശ്രീ ധനേഷ് കൃഷ്ണ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി, അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി വളരെ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടക്കം മറ്റു ഭാരവാഹി അടക്കം വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, വ്യാപാര സുഹൃത്തുക്കളെ, പുതുപ്പള്ളി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പടിഞ്ഞാറൻ മേഖല മൊത്തവും ബിസിനസ് ഇല്ലാത്തൊരു ഏരിയയാണ്. കായംകുളമാണ് മറ്റൊരു സ്ഥലം. ഇതിൻ്റെ നടുക്കുള്ള ഒരു പ്രദേശമാണ് പുതുപ്പള്ളി. അവിടെ ഒരു 3, 5, 6 അല്ലെങ്കിൽ 7 കിലോമീറ്ററിൻ്റെ അകത്ത് വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ആ ഒരു പ്രദേശത്ത് ഈ പറയുന്ന കൂട്ട് ഏറ്റവും അധികം. തുടർന്ന് ഗാനമേള, ആകാശവിസ്മയം, ഭക്ഷണം എന്നിവ സമിതി അംഗങ്ങളുടെ കുടുംബങ്ങൾക്കായി ക്രമീകരിച്ചു. CDNet ന്യൂസ്, ദേവികുളങ്ങര.